വെൽക്കം ബാക്ക് ടു ടൈം ടു ലേൺ. മാർച്ച് 28 എർത്ത് അവർ ഭൗമസമയം. എന്താണ് ഭൗമസമയം? പ്രകൃതി നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ് പ്രളയങ്ങളും ഉഷ്ണതരംഗങ്ങളും. 2007 ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ഒരു നഗരത്തിലാണ് പരീക്ഷണാർത്ഥമായി ഭൗമസമയം മുന്നോട്ട് വെച്ചത്. ഇന്ന് ആ സംരംഭം 190-ലധികം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചു. ഭൗമസമയം എന്നാൽ പ്രകൃതിയുമായി നമ്മുടെ ബന്ധം പുതുക്കുക എന്നതാണ്. 1 മണിക്കൂർ വൈദ്യുതി ഓഫാക്കിയാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ തോത് നിയന്ത്രിക്കാം എന്നതാണ്. അതിലുപരി ഊർജ സംരക്ഷണത്തെക്കുറിച്ച് വരും തലമുറയ്ക്ക് ബോധവൽക്കരണം നൽകാവുന്നതുമാണ്. പ്രകാശ മലിനീകരണം. നഗരങ്ങളിലെ തീവ്രമായ വെളിച്ചം മനുഷ്യന്റെയും പക്ഷിമൃഗാദികളുടെയും ജൈവ ഘടികാരത്തെ താളം തെറ്റിക്കുന്നു. ദേശാടന പക്ഷികൾക്ക് വഴിതെറ്റുന്നു. രാത്രി ഇര തേടുന്ന ജീവികൾക്കും ഈ കൃത്രിമ വെളിച്ചം ദോഷം ചെയ്യുന്നു. ഈ ഇരുട്ടിൽ മുങ്ങുമ്പോൾ പ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവിക താളത്തിലേക്ക് മടങ്ങുവാൻ നാം അവസരമൊരുക്കുന്നു. ജീവജാലങ്ങൾ നിശബ്ദതയുടെ ഗുണഭോക്താക്കളായി മാറുന്നു. കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ആഗോള താപനത്തിന് കാരണമാകുന്നു. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകി ജലനിരപ്പ് ഉയരാനും കാരണമാകുന്നു. ഭൗമസമയം നമുക്ക് നൽകുന്ന സന്ദേശം: നാം ഭൂമിയെ സ്നേഹിക്കുന്നു, അതിനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. ഇന്ന് രാത്രി മാർച്ച് 28 8:30 വിളക്കുകൾ അണയ്ക്കുമ്പോൾ നാം ഓരോരുത്തരും ഭൂമിയുടെ കാവലാളായി മാറുന്നു. ഭൂമിക്കായി, നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കായി ഒറ്റ മനസ്സോടെ നമുക്ക് അണിനിരക്കാം. നന്ദി.